മലയാള ചലച്ചിത്ര പ്രേക്ഷകർക്ക് ഏറെ ശ്രദ്ധേയമായ ഒരു മുഖമാണ് നടൻ സുബീഷിൻ്റേത്. ഏറ്റവും അവസാനം ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന ചിത്രം നമുക്ക് ഇടയിലേക്ക് എത്തിയത് വലിയ ചർച്ച ചെയ്യപ്പെട്ടൊരു സിനിമയാണ്. പക്ഷേ സുബീഷ് ഇന്നിപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത് സിനിമയുടെ സക്സസ്സോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാനല്ല. വളരെ വൈകാരികമായൊരു കുറിപ്പ് കഴിഞ്ഞ ദിവസം സുബീഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. വലിയ പ്രതിസന്ധി, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഒരു പക്ഷേ ആത്മഹത്യയിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ പോയി എന്ന് വരെ പറയാവുന്ന രീതിയിലേക്ക് സുബീഷ് എത്തിയിരുന്നു. സുബീഷ് ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ്. നിങ്ങളെ ഇതിനു മുമ്പ് പലതവണ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമ്മൾ ആ പടം കഴിഞ്ഞ 2024 മാർച്ച് 8-നാണ് റിലീസ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ആ പടത്തിൻ്റെ കൂടെ നിന്ന ഒരാളാണ്. അപ്പോൾ അതിനുശേഷം ആ സിനിമയുടെ പേര് കട്ട് ചെയ്തു, ഭാരതം എന്നുള്ള കട്ട് ചെയ്തു. അതിനുശേഷം നല്ല അഭിപ്രായത്തിൽ റിവ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ 4 മാർക്ക് കൂടുതൽ, എല്ലാ റിവ്യൂസും നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ എന്നെപ്പോലത്തെ ഒരു സാധാരണ മനുഷ്യൻ നായകനായതുകൊണ്ട് അത് കച്ചവടമായില്ല. പിന്നെ ചില ആൾക്കാർക്ക് അതൊരു കച്ചവടമായിട്ടൊരു മെയിൻ സ്ട്രീം ഒരു OTT പ്ലാറ്റ്ഫോമിൽ വരരുതെന്നൊരു വാശിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ബോംബെയിൽ പോയി 6 മാസം 7 മാസം ഇരുന്ന് കുറേ ഏജൻറ്റുമാർക്ക് പൈസ കൊടുത്തു. അവിടെ നിന്ന് തീർന്നില്ല. പിന്നെ ചെന്നൈയിൽ പോയി. അങ്ങനെ എൻ്റെ ജീവിതം ഓട്ടത്തിലായിരുന്നു മൊത്തം. പിന്നെ അത് കടന്നെടുക്കാൻ വേണ്ടി ഞാൻ വേറെ പല പരിപാടികളെടുത്തു, പിന്നെ നേരായ വഴിയിൽ. പക്ഷേ അതൊന്നും നടന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ സുഹൃത്ത് വിജുവാട്ടന് ലെറ്റർ എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ അവിടുന്ന് പോലീസ് വന്ന് പിടിച്ച്, ആ കണ്ടോൺമെൻറ്റ് പോലീസ് വന്ന് എന്നെ കുറേ അവർ നല്ല രീതിയിൽ എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങളിതാക്കുക. അങ്ങനെ വീണ്ടും ഞാൻ എറണാകുളത്ത് വന്നു. പിന്നെ എപ്പോഴും ആൾക്കാർ വിളികളാണ്. പിന്നെ എറണാകുളത്ത് വന്ന എൻ്റെ സുഹൃത്ത് പ്രിൻസിൻ്റെ വീട്ടിലവൻ പ്രൊഡ്യൂസറൊക്കെയാണ്. അവനിവിടെ അഭയം തന്നു. ഭക്ഷണം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരും. അങ്ങനെ ഞാൻ കുറേ വീണ്ടും സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകാൻ വേണ്ടി ട്രൈ ചെയ്തപ്പോൾ പിന്നെ നമ്മളെ ഫോണൊന്നും ആരും എടുക്കുന്നില്ല. പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ നോക്കി, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കൾ, പിന്നെ എൻ്റെ പ്രതീക്ഷകൾ മൊത്തം അസ്തമിച്ചു. എൻ്റെ ഒരുപാട് ആൾക്കാർക്ക് പൈസ കൊടുക്കാറുണ്ട്. എന്നെ കാത്തിന് എൻ്റെ മരുമോൻ MBA ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാനാണ് എല്ലാ കാര്യങ്ങളും നോക്കുക. അപ്പോൾ അവൻ്റെ പഠനം മുടങ്ങി. അങ്ങനെ മൊത്തം പ്രശ്നമായി. എൻ്റെ സിനിമയ്ക്ക് പ്രൊഡ്യൂസ് ഫണ്ട് ചെയ്ത ആൾക്കാർ പ്രശ്നമായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കേസ് വന്നു, വാറണ്ടായി. അവരെന്നെ വിളിച്ച് എപ്പോൾ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യും പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഞാൻ വീണ്ടും എൻ്റെ സുഹൃത്തുക്കൾക്ക് കത്തെഴുതി ഇങ്ങനെ വെക്കുമ്പം ആ സുഹൃത്തുക്കൾ ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥന് 3-4 സുഹൃത്തുക്കൾക്ക് ഞാനിങ്ങനെ എഴുതിയിരുന്നു ലെറ്റർ. അപ്പോൾ അങ്ങനെ നമ്മളെ DCP ജിജി മാഡം എന്നെ വിളിപ്പിച്ചു. അവർ സംസാരിച്ചു. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട, നിങ്ങളെ കൂടെ നമ്മളുണ്ട്. നിങ്ങൾ ഈ സമൂഹത്തിനോട് പറയണം, കേരളം നിങ്ങളെ സിനിമേനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ഞാനും കേട്ടത്. അത് നിങ്ങൾ ഒന്നുകിൽ എവിടെയെങ്കിലും എത്തിക്കണം. OTTയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ സുബീഷിനെ സാമ്പത്തികമായിട്ട് ഇങ്ങനെ ഇത്രയും വലിയ എമൗണ്ട് സഹായിക്കേണ്ട സുഹൃത്തുക്കളും എൻ്റെ അടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, നിങ്ങൾ പിന്നെ ഇത് റിലീസ് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം കൂടി ഒരു ക്യാമ്പയിൻ പോലെ എടുത്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ചരിത്രമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല, എന്നെപ്പോലത്തെ ഒരാളിങ്ങനെ വീണ് പോയി കഴിഞ്ഞാൽ, നല്ല കാര്യം എടുത്തിട്ട്, അല്ല മോശം ഒരു സിനിമയല്ല, നല്ല സിനിമ എടുത്ത് വീണ് പോയി കഴിഞ്ഞാൽ നിങ്ങളെപ്പോലത്തെ ആൾക്കാരുണ്ടാവുന്നില്ല സാധനം ഉറപ്പുണ്ട്. സിനിമയുടെ സാമ്പത്തിക പരാജയം അത് എങ്ങനെയാണ് ബാധിച്ചത്? അപ്പോൾ അന്ന് തിയേറ്റർ കളക്ഷനൊക്കെ വളരെ കുറവായിരുന്നു. എന്താണ് സംഭവിച്ചത്? അന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ശരിക്കും നമ്മളെ പ്രൊമോഷൻ ചെയ്ത സതീഷായിട്ടൊന്ന് വർക്കിച്ചനായിരുന്നു. അപ്പോൾ അവർ ആ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട്, ആ സിനിമ നല്ല സിനിമയായിരുന്നു, അപ്പോൾ ഇഷ്ടം കൊണ്ട് അവരും കടം മേടിച്ചിട്ടാണ് ഈ സിനിമ എത്തിച്ചത്. അവരും 1-2 ചെറിയ സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, പ്ലാനറ്റ് പിക്ചേഴ്സ്. അപ്പോൾ അവർ പറഞ്ഞു, ഈ സിനിമ നമ്മൾ എടുക്കാം. എല്ലാവർക്കും ആ സിനിമ കണ്ടാൽ ആരും മോശം പറയില്ല. അപ്പം അങ്ങനെ അവർ പിന്നെ ഇതെടുത്തു. പിന്നെ ആ സമയത്ത് മഞ്ഞുമ്മൽ ബോയ്സ്, പ്രേമലു, എക്സാം, നോമ്പ് എല്ലാം കൂടി നമുക്ക് ജീവിതത്തിൽ നമ്മളെ നശിപ്പിച്ച് എന്ന പണ്ടാരക്കല്ല എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. അവിടുന്ന് തുടങ്ങിയ ഓട്ടമാണ്. 2 വർഷമായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രകൃതി ആസ്വദിച്ചിട്ട്, ഭക്ഷണം ആസ്വദിച്ചിട്ട്. ഇപ്പോൾ നമ്മളെ സുഹൃത്ത് ഇപ്പോൾ പ്രിൻസ് എന്നെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കലാണ്. കാരണം ഞാൻ ഒന്നും കഴിക്കാറില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്, മൊത്തം മോശം അവസ്ഥയിലുള്ളത്. മനസ്സിലായോ? എനിക്ക് ഭയങ്കര പേടിയാണ്. ആരെങ്കിലും വരുമ്പം ഞാൻ ഇവിടെ വിളിക്കും. ഇനി
അതാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. അതാണ് കൂടുതൽ ഞാൻ ചോദിക്കുന്നില്ല, എനിക്ക് വളരെ അറിയാവുന്ന ഒരു ആളുകൂടിയാണ്, ഇങ്ങനെ കണ്ടിട്ടില്ല. സുബീഷിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച് ഒരുപാട് കഥാപാത്രങ്ങൾ, വളരെ സീരിയസ് ആയ കഥാപാത്രങ്ങളൊക്കെ ചെയ്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. സിനിമാ സംഘടനകൾ, സിനിമാ പ്രവർത്തകരൊക്കെ ഈ സങ്കടം കാണണം, ചേർത്ത് പിടിക്കണം. ഒരുപാട് പേര് വിളിച്ചു എന്ന് തോന്നുന്നു അല്ലേ? ഒരുപാട് ലിജോട്ടനൊക്കെ വിളി, കുറേ ആൾക്കാർ വിളിച്ചു. ലിജോട്ടൻ, മഞ്ജു പത്തോസ്, കുറേ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, കുറേ അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, കുറേ ആൾക്കാർ വിളിച്ചു. സിനിമയിൽ നിന്ന് കുറേ ആൾക്കാർ വിളിച്ചു. വലിയ ആൾക്കാരൊന്നും വിളിച്ചില്ല, പക്ഷേ ലിജോട്ടൻ വലിയ ആളാണ്. പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ വിളിച്ചു. എന്നാൽ നമ്മൾ തിരിച്ചു വരും. പിന്നെ ഡയറക്ടർ മുസ്തഫ ഇങ്ങനെ വരുമ്പോൾ മുസ്തഫ വിളിച്ച്, മുസ്തഫ പറഞ്ഞു നിങ്ങൾ തകരാൻ പാടില്ല, ഞാൻ ഇതിൻ്റെ അവസ്ഥയിലാണ് വരുന്നത്. അങ്ങനെ കപ്പകളൊക്കെ ചെയ്ത് മുസ്തഫ. ഉറപ്പായും നമ്മൾ തിരിച്ചു വരും എന്നുള്ള ആത്മവിശ്വാസം നമുക്ക്. നിങ്ങൾ ഇതൊന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കൂടി എൻ്റെ കൂടെ നിൽക്കണം. അത് ഒരു ക്യാമ്പയിൻ പോലെ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും മലയാളി അത് റെക്കോർഡ് ചരിത്രമായിരിക്കും. ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ചിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മളെ കൂടെ നിൽക്കണം. അതാണ് സുബീഷ് ഉറപ്പായും തിരിച്ചു വരുമെന്ന ആത്മവിശ്വാസത്തിലാണ്. അതിന് മലയാള സിനിമയുടെ പൊതുസമൂഹത്തിൻ്റെ ഒക്കെ പിന്തുണ ആവശ്യമുണ്ട്. അത് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാഹിൻ ജാഫറിനൊപ്പം വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.